ആയിരക്കണക്കിന് ആളുകളുടെ ജീവഹാനിക്കും സ്വത്തുനാശത്തിനും കാരണമാകുന്ന വിനാശകരമായ ചുഴലിക്കാറ്റുകളുടെ ഒരു നീണ്ട ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്, പ്രത്യേകിച്ചും ബംഗാൾ ഉൾക്കടലിൽ. 1999 സൂപ്പർ സൈക്ലോൺ ഒഡീഷയുടെ തീരദേശ ജില്ലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതൊരു ദേശീയ ദുരന്തത്തിലേക്ക് നയിച്ചു. ഇത് കാലഹരണപ്പെട്ട ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സാങ്കേതിക വിദ്യ നവീകരിക്കേണ്ടതുണ്ടെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീഴുന്ന ചുഴലിക്കാറ്റുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായി. 1999 സൂപ്പർ സൈക്ലോൺ വരുത്തിയ നാശത്തിന് ശേഷം രാജ്യം നിരവധി തീവ്രമായ സൈക്ലോണുകളെ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തത്തെ ഉചിതമായി നേരിടാൻ രാജ്യം സജ്ജമായി. സൈക്ലോൺ മൂലമുള്ള മനുഷ്യമരണങ്ങൾ സമീപകാല ദശകത്തിൽ 100-ൽ താഴെയായി കുറഞ്ഞു. इस साइक्लोन में मौसम विभाग ने टेक्नोलॉजी का बखूबी उपयोग किया और 6 तारीख से ही ये संकेत दे दिए गए थे. जो अनुमान थे उतनी वेलोसिटी रही, जो दिशा थी अनुमानित वही दिशा रही, जो अनुमानित टाइम था वही टाइम रहा. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്യുറേറ്റ് ആയ ഇൻഫർമേഷൻ ആണ് തന്നത്. മുന്നറിയിപ്പ് സംവിധാനം അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ മാതൃകാപരമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ, പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടുതൽ കൃത്യമായി അവരത് വളരെ കൃത്യമായി ചെയ്യുന്നു. ഇതിലൂടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു വരാനുള്ള അറിയിപ്പുകൾ നൽകാൻ ഞങ്ങൾക്ക് മതിയായ സമയം ലഭിക്കുന്നു. ചുരുങ്ങിയത് 5 ദിവസം മുമ്പെങ്കിലും വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഭാരത കാലാവസ്ഥാ വകുപ്പ് IMD മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ 4 വർഷങ്ങൾ പരിശോധിച്ചാൽ IMDയുടെ മുന്നറിയിപ്പുകൾ, അവർ പ്രവചിച്ച പാത, തീരസംരക്ഷണ സേനയുടെ നടപടി എന്നിവ കാരണം കടലിൽ ജീവഹാനി സംഭവിച്ചിട്ടില്ല. ഇത്രയും ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിക്കാൻ രാജ്യത്തിന് എങ്ങനെ കഴിഞ്ഞു? ഒരു വിശകലനത്തിലേക്ക്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കായുള്ള RSMCയുടെ തലവനും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സേവനങ്ങളുടെ ആധുനികവൽക്കരണ പരിപാടിയുടെ പ്രോജക്ട് ഡയറക്ടറും DG IMDയുമായ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപത്ര 2010 അടിസ്ഥാന വർഷമാക്കിക്കൊണ്ട് 2020 മുന്നറിയിപ്പ് കൃത്യത 40% വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും അത് നേടാനുള്ള സ്ട്രാറ്റജിയുമുള്ള വിഷൻ 2020 ഡോക്യുമെന്റ് തയ്യാറാക്കി. സമീപ ദശകങ്ങളിൽ തീരത്ത് ആഞ്ഞടിച്ച അതിതീവ്രമായ ചുഴലിക്കാറ്റുകളുടെ കൃത്യതയോടെയുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് 2020 നിശ്ചയിച്ച ലക്ഷ്യം 2015 തന്നെ കൈവരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ സൈക്ലോൺ മാൻ എന്നാണ് ഡോക്ടർ M. മൊഹാപത്ര അറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതുവരെ 90-ലധികം ചുഴലിക്കാറ്റുകൾ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2007 തുടങ്ങിയ ആധുനികവൽക്കരണ പരിപാടിക്ക് കീഴിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മുൻകൂർ മുന്നറിയിപ്പ് ഘടകങ്ങളും നവീകരിച്ചു. അതിൽ നിരീക്ഷണങ്ങൾ, മോഡലിംഗ്, പ്രവചനം, ആശയവിനിമയം, വ്യാപനം എന്നിവ ഉൾപ്പെടുന്ന സൈക്ലോൺ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ടു. മുൻകാലങ്ങളിൽ 3 മണിക്കൂറിലൊരിക്കൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇൻസാറ്റ് 3DR എന്നിങ്ങനെ 2 ഉപഗ്രഹങ്ങളുണ്ട്. അവയിൽ നിന്ന് നമുക്ക് ഓരോ 15 മിനിറ്റിലും ചിത്രങ്ങളും ഡാറ്റയും ലഭിക്കുന്നു. റാപ്പിഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ചുഴലിക്കാറ്റുകളുടെ വിശകലനത്തിനായി നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു പുതിയ ചിത്രം ഓരോ 4 മിനിറ്റും 30 സെക്കൻഡിലും ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ ഓരോ 10 മിനിറ്റിലും നിരീക്ഷണ ഫലങ്ങൾ നൽകുന്ന 37 ഡോപ്ലർ കാലാവസ്ഥാ റഡാറുകളുണ്ട്. 20 ഓഷ്യൻ ബോയികളുണ്ട്. IMD റിക്രൂട്ട് ചെയ്ത സ്വമേധയാ നിരീക്ഷിക്കുന്ന കപ്പലുകൾ ഏകദേശം 206 എണ്ണമുണ്ട്. 1000-ലധികം ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ സ്റ്റേഷനുകളും 5000 ഓട്ടോമേറ്റഡ് മഴമാപിനികളുമുണ്ട്. കാറ്റിന്റെ ഉയർന്ന വേഗത രേഖപ്പെടുത്തുന്ന റെക്കോർഡറുകൾ 35 എണ്ണവുമുണ്ട്. കൂടാതെ ആഗോള പ്രാദേശിക നിർണായക സമന്വയ മുന്നറിയിപ്പ് മോഡലുകളുടെ പുതിയ പതിപ്പുകളും, ആക്രമണ സ്വഭാവമുള്ള തിരമാല മുന്നറിയിപ്പ് മോഡലുകൾ, തീരദേശ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് മോഡലുകൾ എന്നിവയും അവതരിപ്പിച്ചു. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സേവനങ്ങൾക്കായുള്ള പരമ്പരാഗത സംവിധാനത്തിന് പകരം ഡിജിറ്റലൈസ്ഡ് ചെയ്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളും അവതരിപ്പിച്ചു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൽ ഏകദേശം 7 സംഖ്യാധിഷ്ഠിത കാലാവസ്ഥാ മോഡലുകൾ നമുക്കുണ്ട്.
മോഡലിൽ ഡാറ്റ സ്വാംശീകരണവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അക്കാലത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ റഡാർ ഡാറ്റ, സാറ്റലൈറ്റ് ഡാറ്റ തുടങ്ങിയ എല്ലാ ഡാറ്റയും സ്വാംശീകരിക്കുന്നു. ഈ ആവശ്യത്തിനായി ഏകദേശം 10 പെറ്റാഫ്ലോപ്പുകളുടെ ശേഷിയുള്ള ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് രാവിലെ 5:30 ഡാറ്റ ഉപയോഗിച്ച് മോഡലുകൾ പ്രവർത്തിപ്പിക്കാനും രാവിലെ 9:30 10 ദിവസം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഡാറ്റ കണ്ടെത്തുവാനും പ്രവചനം നടത്തുവാനും കഴിയും. ഇതെല്ലാം അത്ഭുതകരമായ ഫലങ്ങൾ നൽകി. സൈക്ലോൺ ജനസിസ് പ്രവചനത്തിന്റെ ലീഡ് കാലയളവ് 1 ദിവസത്തിൽ നിന്ന് 15 ദിവസമായി വർദ്ധിച്ചു. ട്രാക്ക് പ്രവചനത്തിന്റെ കൃത്യത ഏകദേശം 65% മെച്ചപ്പെട്ടു. തീരം തൊടുന്നതിലെ പ്രവചന കൃത്യത 75% മെച്ചപ്പെട്ടു. തീവ്രതാ പ്രവചനത്തിന്റെ കൃത്യത 55% മെച്ചപ്പെട്ടു. ആക്രമണ സ്വഭാവമുള്ള തിരമാലയെക്കുറിച്ചുള്ള പ്രവചന കൃത്യത 80% മെച്ചപ്പെട്ടു. 2013 ഫൈലിൻ, 2014 ഹുദ്ഹുദ്, 2019 ഫാനി, 2020 ആംഫാൻ, 2021 തൗട്ടെ, യാസ്, 2021 മോച്ച തുടങ്ങിയ അതിതീവ്ര ചുഴലിക്കാറ്റുകൾ തീരം തൊടുന്നതിന്റെ കൃത്യത തെളിയിക്കപ്പെട്ടതാണ്. മുൻകാലങ്ങളിൽ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അക്കാലത്ത് നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനം അത്ര വികസിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് സൂററ്റിനും ജഖാവുവിനുമിടയിൽ 1000 കിലോമീറ്റർ ദൂരത്തിൽ എവിടെയെങ്കിലും തീരം തൊടും എന്നായിരുന്നു പ്രവചനം. എന്നാൽ എവിടെയാണ് തീരം തൊടുക എന്നത് അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു. അതിനാൽ ജില്ലാ ഭരണകൂടത്തിന് എവിടെയാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് ഊഹിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് സംവിധാനവും മറ്റുള്ള പ്രക്രിയകളും ഉപകരണങ്ങളും മെച്ചപ്പെട്ടു. വളരെ നേരത്തെ, അതായത് ആളുകളെ മുൻകൂട്ടി അറിയിക്കാൻ അത്രയും ദൈർഘ്യമേറിയ ലീഡ് സമയം ഞങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും. അതുപോലെ തീരം തൊടുന്നതിൻ്റെ പ്രവചന കൃത്യത, കാറ്റിൻ്റെ വേഗത, ആക്രമണ സ്വഭാവമുള്ള തിരമാല എന്നിവയും വളരെയധികം മെച്ചപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര വേഗത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത് ലോകമെമ്പാടും പരക്കെ പ്രശംസിക്കപ്പെട്ടു. സാങ്കേതിക ഇടപെടലുകൾക്ക് പുറമെ പോളിസി പ്ലാനിംഗ്, റോഡ് മാപ്പിലും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ സിസ്റ്റത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ കാര്യത്തിൽ നേരത്തെ IMD ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളും മറ്റ് വിവിധ പാരാമീറ്ററുകളും ഉപയോഗിച്ച് പ്രവചിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സമുദ്രശാസ്ത്ര സ്ഥാപനമായ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, അതുപോലെ മീഡിയം റേഞ്ച് കാലാവസ്ഥാ മുന്നറിയിപ്പിനുള്ള ദേശീയ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അവരോടൊപ്പം IMDയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയും ചേരുന്നു. ഈ 4 സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 2 അത് നിരീക്ഷിക്കാനുള്ളതാണ്. മറ്റ് 2 മാതൃക ഉണ്ടാക്കുകയും പിന്നെ വ്യക്തത വരുത്തുകയും ചെയ്യും. അന്തിമ തീരുമാനം IMDയുടേതാണ്. നിരീക്ഷണവും പ്രചാരണവും IMDയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനായി അവർക്ക് മറ്റ് 3 സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ട ഇൻപുട്ട് ലഭിക്കുന്നു. അതിനാൽ അവർക്ക് മികച്ച രീതിയിൽ തന്നെ പ്രവചനം നടത്താൻ കഴിയുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ നടപടിക്രമം അനുസരിച്ച് തയ്യാറെടുപ്പ് ഉറപ്പാക്കാൻ ഓരോ സൈക്ലോൺ സീസണിന് മുൻപും പ്രീ സൈക്ലോൺ എക്സസൈസ് മീറ്റിംഗുകൾ നടത്തുന്നു. സൈക്ലോജെനിസിസിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന പതിവ് വിപുലീകൃത കാലവീക്ഷണങ്ങൾ, റെഗുലർ എക്സ്റ്റൻഡ് റേഞ്ച് ഔട്ട്ലുക്കുകൾ പുറപ്പെടുവിക്കുന്നു. പ്രതിദിനം ഉഷ്ണമേഖലാ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കാലാവസ്ഥാ വീക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത് അടുത്ത 5 ദിവസത്തേക്കുള്ള സൈക്ലോജെനിസിസ് സാധ്യതാ പ്രവചനങ്ങൾ നൽകുന്നു. ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ പ്രീ ജെനിസിസ് ട്രാക്ക്, തീവ്രതാ മുന്നറിയിപ്പുകൾ എന്നിവയുൾപ്പെടെ പ്രത്യേക സന്ദേശങ്ങൾ അയക്കുന്നു. അതിന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ ബുള്ളറ്റിനുകളുടെ എണ്ണം വർദ്ധിക്കുകയും ദിവസത്തിൽ 5 തവണ ഞങ്ങൾ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതൊരു ചുഴലിക്കാറ്റായി മാറുമ്പോൾ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു. 3 മണിക്കൂർ ഇടവിട്ട് ബുള്ളറ്റിനുകൾ പുറപ്പെടുവിക്കുന്നു. പ്രീ സൈക്ലോൺ വാച്ച്, സൈക്ലോൺ അലേർട്ട്, സൈക്ലോൺ മുന്നറിയിപ്പ് എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഈ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകുന്നത്.
തീരം തൊടുന്ന ദിവസം തീരം തൊടുന്നതിന് 12 മണിക്കൂർ മുൻപ് ഞങ്ങൾ പ്രത്യേക സന്ദേശങ്ങൾ നൽകും. കൂടാതെ മണിക്കൂറുകൾ തോറും അപ്ഡേറ്റുകൾ പുറപ്പെടുവിക്കുന്നു. അത് കടന്നു പോകുമ്പോൾ ചുഴലിക്കാറ്റിന്റെ തീവ്രത നിലനിൽക്കുന്നതുവരെ ഈ മണിക്കൂർ തോറുമുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും. കാറ്റ്, മഴ, കൊടുങ്കാറ്റ് എന്നിവയ്ക്കൊപ്പം പ്രതീക്ഷിക്കുന്ന നാശനഷ്ടങ്ങളും ആഘാതവും സംബന്ധിച്ച് ജില്ല തിരിച്ചുള്ള വിശദാംശങ്ങളും ലൊക്കേഷൻ നിർദ്ദിഷ്ട മുന്നറിയിപ്പും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നതായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ഭുവനേശ്വർ പറയുന്നു. അടുത്തിടെ ഞങ്ങൾ വെബ് അധിഷ്ഠിത റിസ്ക് അറ്റ്ലസും തീരുമാന പിന്തുണാ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ജില്ലാതലത്തിലും ഗ്രാമതലത്തിലും ഇമ്പാക്റ്റ് മാപ്പ് ലഭിക്കും. അങ്ങനെ നമുക്കൊരു മൾട്ടി ഹസാർഡ് തീരുമാന പിന്തുണാ സംവിധാനം സൃഷ്ടിക്കാൻ കഴിയും. വരാനിരിക്കുന്ന ഏത് ചുഴലിക്കാറ്റിനും IMD മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി അതിനായി തയ്യാറെടുക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, NCMC ക്യാബിനറ്റ്, ആഭ്യന്തര സെക്രട്ടറി, ദുരന്തബാധിത സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ എന്നിവരെ വിവരമറിയിക്കേണ്ട ചുമതല കാലാവസ്ഥാ ഡയറക്ടർ ജനറലിനാണ്. ദേശീയ തലത്തിൽ ഇത് നാഷണൽ എമർജൻസി റെസ്പോൺസ് സെന്റർ, MHA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന ചീഫ് സെക്രട്ടറി, മറ്റ് തൽപര കക്ഷികൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്നിവരെ ഒരേ സമയം അറിയിക്കുന്നു. മനുഷ്യരും പ്രകൃതിയുമായുള്ള പോരാട്ടത്തിൽ IMD ഒന്നിലധികം ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ജീവഹാനിയോ വസ്തുവകകൾക്ക് വ്യാപകമായ നാശനഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണെങ്കിൽ പോലും ഞങ്ങൾ യോഗം വിളിക്കുന്നു. NCMC എന്താണ് ചെയ്യുന്നത്? ഇത് മുഴുവൻ സർക്കാരിൻ്റെയും സമഗ്രമായ സ്ഥാപനപരമായ പ്രതികരണവും ഉറപ്പാക്കുന്നു. NCMCയിൽ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തുന്നത് തടയാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്താൻ സഹായിക്കുന്ന എല്ലാ പങ്കാളികളെയും എല്ലാ മന്ത്രാലയങ്ങളും സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കും. അതിനാൽ അവസാനമായി മരണങ്ങൾ 0 കുറയ്ക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുമ്പത്തെ പല ചുഴലിക്കാറ്റുകളിലും ഇത് നേടാനോ നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്താനോ ഞങ്ങൾക്ക് വലിയ തോതിൽ കഴിഞ്ഞു. അവശ്യ സേവനങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാനും ഞങ്ങളെക്കൊണ്ട് അതും കഴിഞ്ഞു. ടൗട്ടെ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന് മുൻപേ ഞങ്ങൾ വിപുലമായ റേഞ്ച് പ്രവചനം 2021 മെയ് 6 പുറപ്പെടുവിച്ചു. മെയ് 13 അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ആദ്യ പത്രക്കുറിപ്പ് പുറത്തിറങ്ങി. 14 ഞങ്ങൾ പ്രീ സൈക്ലോൺ വാച്ച് പുറപ്പെടുവിച്ചു. അതിനുശേഷം ഞങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി. 16 ഞങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി. 2021 മെയ് 17 രാത്രിയാണ് ടൗട്ടെ ചുഴലിക്കാറ്റ് തീരം കടന്നത്. അതുവഴി പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ പങ്കാളികൾക്കും ഉടമകൾക്കും മതിയായ സമയം ലഭിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിൻ്റെ ലക്ഷ്യമായ ഗുജറാത്ത് സംസ്ഥാനത്തിനും ദാമൻ ആൻഡ് ദിയുവിനും ഈ വിവരങ്ങളെല്ലാം മെയ് 6 മുതൽ നൽകി തുടങ്ങി. ഓരോ 3 മണിക്കൂറിലും ഇതേ തുടർന്ന് ഓൺലൈൻ ആൻഡ് ഓഫ് ഷോർ പ്രവർത്തനങ്ങൾ, വ്യവസായങ്ങൾ തുടങ്ങി നിരവധി ദുരന്ത നിവാരണ മാനേജർമാർ, മാധ്യമങ്ങൾ, പിന്നെ പൊതുജനങ്ങൾ, തീരത്തുള്ള പങ്കാളികൾ എന്നിവർക്ക് അറിയിപ്പുകൾ നൽകി. 2021 മെയ് 11 ഗുജറാത്ത് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിക്കും മറ്റ് ഉന്നത ഗവൺമെന്റ് അധികാരികൾക്കും വിശദീകരണം നൽകി. അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അധികൃതരെ അറിയിച്ചു. IMDയിൽ നിന്നുള്ള ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രി തയ്യാറെടുപ്പ് അവലോകനം ചെയ്തു. ചുഴലിക്കാറ്റ് കൈകാര്യം ചെയ്യുന്നതിനും ജീവനും സ്വത്തുക്കൾക്കും ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. 1990-കൾ മുതൽ IMD ചുഴലിക്കാറ്റിന്റെ ആഘാതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനം ജില്ലാതലത്തിൽ ആരംഭിച്ചിരുന്നെങ്കിലും അതിന് പരിമിതികളുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ട് മറികടക്കാൻ ചുഴലിക്കാറ്റ് അപകട മോഡലിംഗ്, തീവ്ര കാലാവസ്ഥയോടുള്ള അസഹിഷ്ണുത, ഇമ്പാക്റ്റ് മോഡലിംഗ്, ഡൈനാമിക് ആഘാതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനം, അപകട സാധ്യത വിലയിരുത്തൽ എന്നിവ GIS പ്ലാറ്റ്ഫോമിൽ IMD അവതരിപ്പിച്ചു. IMD ഇൻകോയിസ് മറ്റ് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായും കേന്ദ്ര ഏജൻസികളുമായും സജീവമായി സഹകരിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം 2021 മുതൽ നടപ്പിലാക്കി. കാറ്റിന്റെ വേഗത എന്തായിരിക്കുമെന്നും കൊടുങ്കാറ്റ് എത്ര ഉയരത്തിലായിരിക്കുമെന്നും മാത്രമല്ല അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകും എന്നും ഞങ്ങൾ പ്രവചിക്കുന്നു. വെബ് DCR വരാനിരിക്കുന്ന അപകടം, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന വെള്ളപ്പൊക്കം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആസന്നമായ ചുഴലിക്കാറ്റിന്റെ വഴിയിലുള്ള
ജനവാസ കേന്ദ്രങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, ടെലികോം ശൃംഖലകൾ, റോഡുകൾ എന്നിവ എന്തൊക്കെയാണ്? അവയുടെ അപകട സാധ്യത എത്രത്തോളമുണ്ട് എന്നൊക്കെ നോക്കുന്നു. വില്ലേജ് തലത്തിലും വാർഡ് തലത്തിലും പ്രതീക്ഷിക്കുന്ന നാശനഷ്ടങ്ങളും അളവിലും പണത്തിലും പ്രതീക്ഷിക്കുന്ന നഷ്ടവും കണക്കാക്കാൻ ഈ ഉപകരണത്തിൽ സൗകര്യമുണ്ട്. ചുഴലിക്കാറ്റ് തീരത്തെത്തുന്നതിന് മുൻപുള്ള റിസ്ക് ഫിനാൻസിംഗ് നടത്താൻ ഇത് ദുരന്ത മാനേജർമാരെ സഹായിക്കുന്നു. ചുഴലിക്കാറ്റ് വിവരങ്ങളുടെ പ്രചാരണം പ്രാരംഭഘട്ടത്തിലായിരുന്ന 1990കളിൽ നിന്ന് IMD ഒരുപാട് മുന്നോട്ടു പോയി. ഇന്ന് ടെലിഫോൺ, ഫാക്സ്, ഇമെയിൽ, SMS, ഗ്ലോബൽ ടെലികോം സിസ്റ്റം, WMO ഇൻഫർമേഷൻ സിസ്റ്റം, ഓൾ ഇന്ത്യ റേഡിയോ, FM, കമ്മ്യൂണിറ്റി റേഡിയോ, ടെലിവിഷൻ, മറ്റ് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, പ്രസ് ബ്രീഫിംഗ്, പ്രസ് റിലീസ്, സോഷ്യൽ മീഡിയ തുടങ്ങി സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ഉപയോക്താക്കളിലേക്ക് എത്തുന്നു. ഞങ്ങൾ ഇപ്പോൾ SMS വഴി വിവരങ്ങൾ മുൻനിരയിലുള്ള ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സർക്കാർ അധികാരികൾ മാത്രമല്ല, പ്രാദേശിക ജനങ്ങളും അതിൽ പെടുന്നു. ഞങ്ങൾ ദശലക്ഷക്കണക്കിന് സൗജന്യ SMS-കൾ അയക്കുന്നു. ഞങ്ങൾ പൊതുവായ അലേർട്ടിംഗ് പ്രോട്ടോകോൾ CAP വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് എല്ലാ വ്യത്യസ്ത ഏജൻസികളും ഒത്തുചേർന്ന് ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് അയക്കുന്നു. ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശത്ത് മൊബൈൽ സേവനദാതാക്കളെ ഉപയോഗിക്കുന്നതിനാൽ ഇവ വളരെ കൃത്യതയുള്ളതായി മാറിയിരിക്കുന്നു. ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ആ പ്രദേശങ്ങളിലേക്ക് മാറുന്ന ആളുകൾക്കും അലേർട്ടുകൾ അയക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഈ CAP പോർട്ടൽ ഉപയോഗിച്ച് ഇന്ന് വരെ ഞങ്ങൾ ഏകദേശം 1900 ദശലക്ഷം SMS അയച്ചിട്ടുണ്ട്. നേരത്തെ സമയബന്ധിതമായ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകാനുള്ള സാങ്കേതിക വിദ്യ പര്യാപ്തമല്ലായിരുന്നു. ഇത് നിരവധി മരണങ്ങൾക്ക് കാരണമായി. IMDയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ ഞങ്ങൾ ചുഴലിക്കാറ്റുകളുടെ സമയത്ത് നിസ്സഹായരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുൻകൂട്ടി വിവരം ലഭിക്കുന്നു. ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നു. IMDയുടെ കൃത്യവും സമയോചിതവുമായ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര, സംസ്ഥാന, ജില്ലാ തലങ്ങളിലെ ത്രിതല ദുരന്ത നിവാരണ ഏജൻസികളുടെ സജീവമായ ഇടപെടലിന് നന്ദി. ജീവഹാനി, ഒഴിപ്പിക്കൽ ചിലവ്, സഹായം നൽകുന്നതിലൂടെ സർക്കാർ ഖജനാവിനുണ്ടാകുന്ന നഷ്ടം എന്നിവയിൽ ഗണ്യമായ കുറവുണ്ടായി. ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് രാജ്യത്തിന് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിന്റെയും അറബിക്കടലിന്റെയും തീരം പങ്കിടുന്ന എല്ലാ രാജ്യങ്ങൾക്കും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കായുള്ള ഒരു പ്രാദേശിക പ്രത്യേക കാലാവസ്ഥാ കേന്ദ്രമായി IMD പ്രവർത്തിക്കുന്നു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഉദ്ഭവം, തീവ്രത, ട്രാക്ക് പ്രവചനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള 13 രാജ്യങ്ങൾക്ക് ഞങ്ങൾ സേവനം നൽകുന്നു. മോച്ച ചുഴലിക്കാറ്റ് 2023 മെയ് 14 ഉച്ചയ്ക്ക് മണിക്കൂറിൽ 180-200 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റോടുകൂടി മ്യാൻമർ, തെക്ക് കിഴക്കൻ ബംഗ്ലാദേശ് തീരം കടന്നു. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ ഏപ്രിൽ 27 IMD പുറത്തുവിട്ടു. മെയ് 4 ഇത് ഒരു ചുഴലിക്കാറ്റായി മാറുമെന്ന് RSMC ന്യൂഡൽഹി പ്രവചിച്ചു. മെയ് 8 ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ മെയ് 14 മ്യാൻമർ, ബംഗ്ലാദേശ് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. മെയ് 15 മ്യാൻമറിൽ ചുഴലിക്കാറ്റ് ഇല്ലാതാകുന്നതുവരെ ഇരു രാജ്യങ്ങൾക്കും പതിവായി നിർദ്ദേശങ്ങൾ നൽകി. ട്രാക്ക്, തീവ്രത, തീരം തൊടുന്ന സ്ഥാനം എവിടെ എന്നിവ കൃത്യമായി പ്രവചിക്കാൻ IMDക്ക് കഴിയുമെന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത് മ്യാൻമറിലെയും ബംഗ്ലാദേശിലെയും ജീവഹാനി കുറയ്ക്കാൻ സഹായിച്ചു. RSMC ന്യൂഡൽഹി കൊടുങ്കാറ്റിനോടൊപ്പം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ ട്രാക്ക്, തീവ്രത, തീരം തൊടുന്ന സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നൽകുന്നു. ഇതിൻ്റെ ഗുണനിലവാരം മികച്ചതാണ്. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ദുരന്തം ലഘൂകരിക്കുന്നതിന് ഇത് 13 അംഗരാജ്യങ്ങളെ സഹായിക്കുന്നു. അടുത്തിടെ 2023 മെയ് 14 മോച്ച മ്യാൻമറിൽ തീരം തൊട്ടു. RSMC ന്യൂഡൽഹിയിൽ നിന്നുള്ള പ്രവചനം നമ്മുടെ രാജ്യത്തിന് വളരെ ഉപയോഗപ്രദമായിരുന്നു. രാജ്യത്ത് ഈ ചുഴലിക്കാറ്റുകൾ മൂലമുള്ള ഈ ദുരന്തങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ഈ RSMC ന്യൂഡൽഹിയിൽ നിന്ന് ഉള്ള മുന്നറിയിപ്പുകൾ എല്ലാം ഞങ്ങൾ പിന്തുടരുന്നു.
അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു. രാജ്യത്ത് ചുഴലിക്കാറ്റുകൾ മൂലമുള്ള ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനായി RSMC ന്യൂഡൽഹിയിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ ഞങ്ങൾ പിന്തുടരുന്നു. മുൻകാലങ്ങളിലും IMD അതിന്റെ അയൽക്കാരെ സജീവമായി സഹായിച്ചിട്ടുണ്ട്. 13 WMO എസ്കാപ്പ് പാനൽ അംഗരാജ്യങ്ങളിലെ മരണങ്ങളുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞു. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സേവനങ്ങളിൽ IMDയുടെ മെച്ചപ്പെടൽ ഇന്ത്യയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുത്തു. ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് UN, WMO എസ്കാപ്പ് പാനൽ രാജ്യങ്ങൾ, മാധ്യമങ്ങൾ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ്, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്നിവയിൽ നിന്നുള്ള ആഗോള അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തിയ 100 നൂതനമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സേവനങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ജീവഹാനി കുറച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുവകകളുടെ നഷ്ടം ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. IMDയും ഇന്ത്യ ഗവൺമെന്റും നൂതനമായ സമീപനങ്ങളിലൂടെ വസ്തുവകകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നു. ഉത്ഭവത്തിനു മുമ്പുള്ള മുന്നറിയിപ്പുകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റു പങ്കാളികൾ എന്നിവർക്കായുള്ള 15 ദിവസത്തെ ആഘാതത്തെ അടിസ്ഥാനമാക്കിയുള്ള മുന്നറിയിപ്പുകൾ, വ്യവസായങ്ങൾ, എണ്ണ, കടൽത്തീര പര്യവേക്ഷണങ്ങൾ, തീരദേശ നഗരങ്ങൾക്കും തുറമുഖങ്ങൾക്കുമുള്ള ആവശ്യാനുസൃത മുന്നറിയിപ്പുകൾ, ദുരന്തത്തെ പ്രതിരോധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഏറ്റവും പ്രധാനമായി ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ സൈക്ലോൺ മാൻ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര തയ്യാറാക്കിയ വിഷൻ 2030 ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ വൈദഗ്ധ്യം 10 മുതൽ 20% വരെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കുന്നതോ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നതോ ആയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ആവശ്യത്തിനായി നമുക്ക് നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് ശരിയായി നടപ്പിലാക്കുകയും വേണം. ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചറിനായുള്ള കൂട്ടായ്മയായ CDRI സൃഷ്ടിക്കാൻ ഇന്ത്യ മുൻകൈ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിരവധി രാജ്യങ്ങളുമായി സഹകരിക്കുന്നു. 38 രാജ്യങ്ങൾ ഇതിനകം അതിൽ ചേർന്നു. അറിവ് പങ്കിടൽ, ആശയങ്ങൾ പങ്കിടൽ, മികച്ച സമ്പ്രദായങ്ങൾ എന്നിവ ചില രാജ്യങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ കുറ്റമറ്റ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഈ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ രാജ്യത്തെ ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതാക്കുവാൻ നമ്മെ സഹായിക്കും. IMDയുടെ വിഷനും സ്ട്രാറ്റജിയും ചുഴലിക്കാറ്റ് മൂലമുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുകയും സ്വത്ത് നഷ്ടം കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും നേരത്തെയുള്ള മുന്നറിയിപ്പ് ഉറപ്പാക്കുക എന്നതാണ്.